മെസ്സേജ് കിട്ടുന്നത് തോന്നിയിട്ടുണ്ട്? മെസ്സേജ് കിട്ടുന്നുണ്ട്. ഇന്നത്തെ ഒരു വാസ്തവത്തിലൊരു വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന് അയാൾക്ക് പിന്നെ സ്വയം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല. അയാളുടെ കാരണം ദാരിദ്ര്യമാണ് പ്രധാന പ്രശ്നം. ഒരു നഗരത്തിൽ ചെന്ന് പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അത് മാത്രമല്ല, പുള്ളിക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെയൊക്കെ പ്രശ്നം. നിസ്സഹായനായിട്ടുള്ളൊരു ഒരു ചെറുപ്പക്കാരൻ പ്രവാസിയാണ്, ഡൽഹിയിൽ വന്ന് പെടുന്നു. അതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ അങ്ങനെ ഈ ദാരിദ്ര്യം കാരണം ഇവർ തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ഇവർ തമ്മിൽ പിണങ്ങുകയും ഒക്കെയാണ്. അങ്ങനെയാണ്. അപ്പോൾ സ്റ്റോറി ലൈൻ അങ്ങനെയാണ്. അപ്പം അത് മെസ്സേജ് ഇതാണ്, അതായത് ഇന്നത്തെ കാലത്ത് ന്യൂജൻ ആളുകൾക്ക് വളരെ ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടെങ്കിലും അത് അവർക്ക് പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ, അവർക്കത് പിന്നെ പുറത്തെടുക്കാനോ അതിനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെയാണ്. ഫിലിം എത്രത്തോളം കണക്റ്റഡ് ആയി സാറിന്? എങ്ങനെ ഫിലിം എത്രത്തോളം കണക്റ്റഡ് ആയി സാറിന്? അങ്ങനെ ഒരു വലിയ ഗ്രേറ്റ് ഫിലിം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഓഫ് കോഴ്സ് ടച്ചിങ് ആണ്. പലപ്പോഴും അത് നമ്മളെ മനസ്സിൽ തട്ടുന്ന ഒരുപാട് അവരുടെ നിസ്സഹായാവസ്ഥയൊക്കെയുണ്ട്, ഹെൽപ്ലെസ്നെസ്. സോ ദാറ്റ് റിയലി അത് നമ്മളെ പിന്നെ ടച്ച് ചെയ്യുന്നുണ്ട്. അത് യാതൊരു തർക്കമില്ല, അതൊക്കെ മനസ്സിൽ തട്ടുന്നുണ്ട്. പക്ഷേ ഇത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലല്ലേ, അതിമനോഹരമായ ലോകോത്തര സിനിമകളുടെ ഇടയിലല്ലേ ഇത്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളെങ്കിൽ പോലും നല്ലൊരു അറ്റംപ്റ്റാണ്. സഞ്ജു രവീന്ദ്രൻ എന്ന് പറഞ്ഞാണ് അയാളുടെ പേര്. ധാരാളം ഫ്യൂച്ചറുണ്ട് അതിൻ്റെ. ഇതൊക്കെ എന്താ പറയുക, ക്രാഫ്റ്റൊക്കെ ഉള്ള നല്ലൊരു സംവിധായകനാണ്. ഭാവിയിൽ നല്ല സിനിമകൾ പ്രതീക്ഷിക്കാം. താങ്ക് യു സോ മച്ച്. എന്താ